ഈ മുജീബ് ഈ കുട്ടിയുടെ ബന്ധുവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടു എന്ന് ഞാൻ കരുതുന്നു. അതായത് ആദ്യം ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, 2:45 കടിയേൽക്കുന്നു, 3:10 അവിടെ എത്തുന്നു, പ്രാഥമിക ചികിത്സ, ഉടനെ 1/4 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അവിടെ ഒരു അരമണിക്കൂർ വൈകിട്ടുണ്ട് പിന്നെ ചികിത്സ കിട്ടാൻ. പക്ഷേ പിന്നീട് 48 മണിക്കൂറിന് ശേഷമേ ചികിത്സ കിട്ടൂ അല്ലെങ്കിൽ നടക്കേണ്ട സാഹചര്യം എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ഈ മെഡിക്കൽ തലത്തിൽ അങ്ങൊന്ന് വിശദീകരിക്കാമോ? ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ ഈ മുറിവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ആദ്യം വിശദീകരിക്കാം. എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാം. ഇതുപോലെയുള്ള പേപ്പട്ടിയുടെ കടി, അല്ലെങ്കിൽ നമുക്കിപ്പോ കടിക്കുന്ന നായ പേ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെങ്കിൽ, അതുകൊണ്ട് ഇതുപോലെ സാരമായ പരിക്കേറ്റു കഴിഞ്ഞാൽ, അതായത് ബ്ലഡ് വരുന്ന രീതിയിലുള്ള പരിക്കേറ്റു കഴിഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന ചികിത്സകൾ തന്നെയാണ് ഈ മോൾക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നായയുടെ ഉമിനീർ എത്രയും പെട്ടെന്ന് കഴുകിക്കളയുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടെങ്കിൽ അതാണ്. അതായത് കടിയേറ്റാൽ ഉടൻ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു പൈപ്പിനടിയിൽ ചെന്ന് കാണിച്ച് അത് ഗ്ലൗ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാരണം അത് തെറിക്കുകയും മറ്റും ചെയ്യാൻ പാടില്ല. അത് ഈ ഓരോ മുറിവും, എത്ര മുറിവുണ്ടോ അവിടെയെല്ലാം അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അതിന്റെ മുറിവിൽ സജീവമായിട്ട് കഴുകാനൊക്കെ പ്രാവർത്തികമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കും വിഷമം ഉണ്ടാകും. എന്നാലും അത് ചെയ്തേ പറ്റൂ. കാരണം എന്താണ്, ഈ നായയുടെ ഉമിനീരിൽ കോടിക്കണക്കിന് വൈറസുകളുണ്ട്. ഈ വൈറസുകളാണ് കുഞ്ഞിന്റെ നാഡികളിലേക്ക് കയറി പറ്റാനായിട്ട് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ വൈറസിനെതിരെയാണ് നമ്മൾ വാക്സിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ വൈറസിനെ കഴുകിക്കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ വാക്സിന് അത്രയും കുറവ് വൈറസുകളെ മാത്രം നിർവീര്യമാക്കിയാൽ മതി. അതാണ് ഇതിന്റെ ലോജിക്ക്. അതുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് തന്നെ കഴുകണം എന്നുള്ളതാണ് എപ്പോഴും നൽകി വന്നിട്ടുള്ള ഒരു മുൻകരുതൽ. പക്ഷെ നമുക്കറിയാം, സാധാരണ ഒരു ശരാശരി വ്യക്തിയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞിന് ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ വേഗം ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ആരായാലും അങ്ങനെ ചെയ്തു പോകും. അതിൽ നിന്നും നമ്മൾ അല്പം കൂടി മുമ്പോട്ട് പോകണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എത്രയൊക്കെ വിഷമം ഉണ്ടെങ്കിൽ പോലും ഈ കാര്യം നമ്മൾ ചെയ്തിരിക്കണം. കാരണം അതിന് മെഡിക്കൽ ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വൈറസിനെ നമ്മൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഓരോ മുറിവിലും ഇതിന്റെ ഉമിനീര് എത്രത്തോളം നമുക്ക് കഴുകാൻ സാധിക്കുന്നുവോ അത്രത്തോളം കുറവ് വൈറസ് ആയിരിക്കും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറുന്നത്. താമസിക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ വൈറസുകൾക്ക് കയറാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനി തുടക്കത്തിൽ ഈ മുറിവുകൾ തുന്നിക്കെട്ടരുത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ശാസ്ത്രം. കാരണം പലപ്പോഴും പ്രശ്നമുണ്ടായിട്ടുള്ള കേസുകളിൽ ഈ തുന്നിക്കെട്ടിയ കേസുകളിൽ പ്രശ്നമുണ്ടായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഓപ്പൺ വൂണ്ടിൽ, തുറന്നിരിക്കുന്ന ആ വൂണ്ടിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും മറ്റുമൊക്കെ. അത് തുന്നിക്കെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും തുടക്കത്തിൽ. കടിയേറ്റ ഉടൻ തന്നെ തുന്നിക്കെട്ടേണ്ട കാര്യമില്ല. അത് കൂടുതൽ സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടർമാർ അത് കണ്ട് അതിന് ഉള്ള വേണ്ട ചികിത്സകൾ അവര് നിർദ്ദേശിക്കും. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ 48 hours കഴിഞ്ഞ് വരാൻ പറഞ്ഞത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. കുഞ്ഞിനെ നേരിട്ട് പരിശോധിക്കാതെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അതിന്റെ ലോജിക്കാണ്, ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളെ ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളൊന്ന് ഓർക്കേണ്ടത്, ലോകമെമ്പാടും ഒരുപാട് പേർ പേവിഷബാധയേറ്റ് മരണപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 50,000-ലധികം കേസുകളാണ് റേബീസ് മൂലം മരണമുണ്ടാകുന്നത്. അതിൽ തന്നെ ഒരു 1/3 ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതാണ് പ്രബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ വാക്സിൻ ലഭിക്കാതെയാണ് പലപ്പോഴും ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. വാക്സിൻ ലഭിച്ചതിന് ശേഷവും ലഭിച്ചിട്ടും മരണം സംഭവിക്കുന്നത് അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം,